വസ്ത്ര വ്യാപാര രംഗത്ത് രാജകീയ പ്രൗഢിയുമായി ഗണപതി സിൽക്സ് ഇനി പാലക്കാട്. 75 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഗണപതി സിൽക്സിന്റെ 5ാമത്തെ ഷോറൂമാണ് പാലക്കാട് പ്രവർത്തനം ആരംഭിച്ചത്. വസ്ത്രസങ്കല്പങ്ങൾക്ക് രാജകീയ പ്രൗഢിയേകി കോയമ്പത്തൂർ ആസ്ഥാനമാക്കി പ്രവർത്തിച്ചിരുന്ന ശ്രീ ഗണപതി സിൽക്സിന്റെ 5ാമത്തെ ഷോറൂമാണ് പാലക്കാട് പ്രവർത്തനം ആരംഭിച്ചത്. സിറ്റി യൂണിയൻ ബാങ്ക് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ എൻ കാമക്കോടി ഷോറൂം ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത സിനിമാ താരം അഞ്ജു കുര്യൻ മുഖ്യാതിഥിയായി. മൂന്ന് നിലകളിലായി സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും കുട്ടികളുടെയും വസ്ത്രങ്ങളുടെ അത്യപൂർവമായ കളക്ഷനാണ് ഗണപതി സിൽക്സിൽ ഒരുക്കിയിരിക്കുന്നത്. വിവാഹ വസ്ത്രങ്ങൾക്കും പാർട്ടി വെയറുകൾക്കുമായി പ്രത്യേകം തയ്യാറാക്കിയ സെക്ഷനും ഏറ്റവും പുതിയ മോഡലുകളിലുള്ള സാരികളുടെ അതിശയിപ്പിക്കുന്ന ശേഖരവും ശ്രീ ഗണപതി സിൽക്സിനെ വേറിട്ടതാക്കുന്നു. വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ ആരംഭിച്ച ഷോറൂമിൽ പുരുഷ വസ്ത്രങ്ങൾക്കായി പ്രത്യേക സെക്ഷനും ഒരുക്കിയിട്ടുണ്ട്. ഉപഭോക്താക്കൾ നൽകിയ അകമഴിഞ്ഞ സഹകരണമാണ് ഗണപതി സിൽക്സിനെ വിജയത്തിലേക്ക് എത്തിച്ചതെന്നും തുടർന്നും സഹകരണം പാലക്കാട്ടെ ജനങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നതായും ഉടമകൾ പറഞ്ഞു. கோயம்புத்தூரில் 20 years old, நாங்கள் 75 years old பிஸ்னஸ். கேரளாவில் பாலக்காட்டில் இப்போ ஃபஸ்ட் டைம் ஓப்பன் பண்ணியிருக்கிறோம். பாலக்காட்டில் இங்கிலீஷ் சர்ச் ரோட்டில் ஃபுல்லி கம்ப்ளீட் ஃபேமிலி ஸ்டோர். ஓணமோட ஸ்பெஷலுக்கான ஸ்பெஷல் கிஃப்ட் எல்லாம் அரேஞ்ச் பண்ணியிருக்கிறோம். ஸோ கேரளா மக்களுக்கும் பாலக்காடு மக்களுக்கும் ரொம்ப நன்றி. இந்த வருஷத்துலேருந்து ஓணமோட செலிப்ரேஷன் எங்கள் கூட செலிப்ரேட் பண்ணுறதுக்கு நாங்கள் வேண்டிக்கிறோம். தேங்க்யூ ஸோ மச். ശ്രീ ഗണപതി സിൽക്സ് മാനേജിംഗ് ഡയറക്ടർ ജി ബാലസുബ്രഹ്മണ്യം, സുനിൽ സ്വാമി, ബി മുത്തുസ്വാമി, കരിമ്പുഴ രാമൻ തുടങ്ങിയവരും മറ്റ് സാമൂഹ്യ രാഷ്ട്രീയ വ്യാപാര രംഗത്തെ പ്രമുഖരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. പാലക്കാടിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കേരളത്തിലേക്ക് തന്നെ ഗണപതി സിൽക്സ് എത്തിയിരിക്കാം. സാധാരണ പാലക്കാട്ടുകാരും കേരളത്തിലുള്ളവരും കോയമ്പത്തൂരിലേക്ക് പോകുന്ന ആളുകളാണ്. ഇപ്പോൾ വെഡ്ഡിങ്, വിവാഹ ആവശ്യങ്ങളാണെങ്കിലും ഓണം പോലെയുള്ള ആഘോഷങ്ങൾ വരുമ്പോഴും എല്ലാം കോയമ്പത്തൂരിലേക്കാണ്. ഇപ്പം നമ്മുടെ ഒരു വീട്ടിൽ ഒരു എന്താ പറയുക പക്കത്തിൽ വീട് വന്നിരിക്കുകയാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു വലിയ സന്തോഷം എല്ലാവർക്കും ഉണ്ട്. അതേപോലെ തന്നെ നല്ല കളക്ഷൻസ് ആണ്, നല്ല സെലക്ഷൻസ് ആണ്. അപ്പോൾ ഇനി എല്ലാ ആളുകൾക്കും എളുപ്പത്തിൽ വരാൻ സാധിക്കും. കോയമ്പത്തൂരിൽ പോകണ്ടല്ലോ,
ഗണപതി സിൽക്സ് എവിടെ ഇരിക്കണമെന്ന് ചോദിച്ചാൽ അത് പാലക്കാടിൽ ഇരിക്കും എന്ന് പറഞ്ഞ് എല്ലാവർക്കും വരാൻ പറ്റുന്ന ഒരു സ്ഥലം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.